നമ്മള് ലൈവിൽ കാണുന്നുണ്ടല്ലോ അടി. അതേപോലത്തെ നല്ല ശരിക്കും ഓനിക്ക് ദേഷ്യം പിടിച്ച എന്ത് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഇതാക്കൂല. ഓന്റെ ഷഡ്ഡി കളിക്കത്തില്ല അടി. ഓന്റെ ഷഡ്ഡി കളിക്കത്തില്ല, അന്ന് പൈസ ഇല്ല, ചായ ഇല്ല. നീ അതിന്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഓള് പറയുന്നവരെ നമ്മൾ കേൾക്കണം. ഓൾ ഒരു ദിവസം എന്നോടും ജാസിനോടും പറയാം, ഒന്ന് നീ അതിന്റെ ഷഡ്ഡി പോയി അരക്കണം. കാരണം ഓന്റെ ഗേൾ ഫ്രണ്ട് വരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ മമ്മു നിങ്ങൾ ടീമിന്റെ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇന്നാ മെസ്സേജ് നിങ്ങൾ നായ്ക്കളായി നിർത്തി. ഇത് ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പേ വരെ നിങ്ങൾ നായ്ക്കളായിരുന്നു. പിന്നെ പറയുമ്പോഴത്തേക്ക് അവന് ഗേൾഫ്രണ്ട് അവന് കുറെ ഉണ്ട്. ഗേൾഫ്രണ്ട് അങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബുദ്ധിയില്ലായിരുന്ന അപ്പൊ എനിക്ക് മുഖത്തൊന്നും പറയണ്ടായിരുന്നു, ഇല്ല മുഖത്തൊന്നും അടിക്കണായിരുന്നു. സ്ത്രീയിൽ നോക്കി കാര്യമില്ല. പിന്നെ പറയുന്നത് കോമാർക്ക് ഈ റംബോ ആയാലും തൊപ്പിയായാലും ഡ്രഗ്സ് അടിക്കുന്ന ആൾക്കാർ അവരെ കൂടെ കാര്യങ്ങൾ പണിക്കും. എല്ലായിടത്തും ഞാൻ പറയുന്നത് എന്ത് പറയും, ഡ്രഗ്സ് അടിക്കുന്ന ആൾക്കാരടുത്ത് നിങ്ങൾ പോയി പണിക്ക് വിടരുത്, അവിടെ പോയി പെടരുത്, നിങ്ങൾ അവിടെ പോയി പെട്ടതാണ്. പിന്നെ നിന്റെ വീടിന്റെ കാര്യം നോക്കിയാല് അത് വീഡിയോ ഇട്ടാൽ ആൾക്കാരെന്ത് പറയും, അതോ വീഡിയോ ഇട്ടു എന്ന് പറയും, അത് അവൻ സഹായിച്ചില്ല എന്ന് പറയും. അതിലെന്താ അവന് ലാഭമില്ല, അവൻ ലാഭത്തിന് മാത്രമേ നോക്കുന്നുള്ളൂ. അത് നിങ്ങളൊക്കെ യൂസ് ചെയ്തതാ, അത് വേറെ കാര്യം. ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പാടില്ല, അവന് സമയമില്ലായിരുന്നു അതെന്റേക്ക്, അത് ഒപ്പിയെന്നത് എന്റേക്ക്. പിന്നെ റാംബോ അവന് ഞാൻ വെച്ചിട്ടുണ്ട്, അവനുള്ള വലുങ്ക് ഞാൻ ഒരു മാസം കൊണ്ട് ഞാൻ ഇതായിക്കൊണ്ട് അതിന്റെ ചിരട്ട വരെയൊക്കെ ഞാൻ നടത്തിക്കൊണ്ടുണ്ട്. ഈ ഡോക്ടർ മിന്നൽ നിൽക്കുന്നൊരു കളി. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.